റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ പറ്റുമെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക്, കാരണം നമ്മൾ കഴിക്കുന്ന കലോറിയും അവിടെ നമ്മുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ദിവസത്തെ ഭക്ഷണക്രമമാണ് പറഞ്ഞു പോകുന്നത്. അതായത് ഞാൻ കഴിക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞു പോകുന്നത്. ഒരുപാട് ആളുകൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു ഇതെന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിൽ പല രീതികളുണ്ട്, ഡയറ്റുമായി ബന്ധപ്പെട്ട് നോക്കാനായിട്ട് പല രീതികളുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ രണ്ടിലും പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു ശരിയായ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകുന്നതാണ്. പൊതുവേ ഉള്ളൊരു ധാരണയുണ്ട്, നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ, ഇപ്പോൾ ചോറാണെങ്കിലും അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മുഴുവനായിട്ടും ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം, എന്നാൽ മാത്രമാണ് സക്സസ് ആവുകയുള്ളൂ, അങ്ങനെയാണ് ഡയറ്റ് പോകേണ്ടത്, അങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു രീതിയൊന്നും ഇല്ല. ശരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ നല്ലൊരു കൺട്രോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഓവറായിട്ട് നമ്മൾ എടുക്കുന്ന അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നമുക്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ ബോഡി വെയിറ്റ് കട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസിൻ്റെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഫാറ്റ് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ വരുന്ന ആളുകൾക്കാകുമ്പം പ്രത്യേകിച്ച് നിങ്ങൾ ഇന്നത് കഴിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയേ പോകാവൂന്നൊന്നും പറയാറില്ല. നോർമലി നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് തന്നെയാണ് അവരൊക്കെ റിസൾട്ടേക്ക് എത്താറ്. അതിപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിലും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിലും ഏത് രീതിയിലുള്ളവരാണെങ്കിലും. പക്ഷേ ഇവിടെയൊക്കെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് റിസൾട്ടിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുകയുള്ളൂ. ദിവസവും ചായ കുടിക്കുന്ന ആളുകളാണ്, ഇപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ ചായ കുടിക്കുന്ന നോർമലായിട്ടുള്ള രീതിയിൽ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ചായ എന്ന് പറയുന്ന സാധനത്തിന് മുഴുവനായിട്ട് ഒരു ശത്രുവായി കാണേണ്ട കാര്യമില്ല. അതേപോലെ നമ്മുടെ റൈസൊക്കെ നമുക്ക് ഒരു സമയത്ത്, ഒരു ദിവസത്തെ ഒരു സമയത്ത് നമുക്ക് റൈസ് കഴിക്കാം, അതും എല്ലാ കറികളും കൂട്ടി തന്നെ കഴിക്കാം. ചായ കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ദിവസത്തിൽ ഒരു ചായയിലേക്കൊക്കെ ഒതുക്കാം. അതുപോലെ നമ്മൾ റൈസിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ലഞ്ചിന് നിങ്ങൾക്ക് റൈസ് നിർബന്ധമായിട്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കഴിക്കണം, നിങ്ങൾക്ക് കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ കൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കറികൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ളത്, ഫ്രൈ ചെയ്തായിട്ടുള്ള കറികളോ അല്ലെങ്കിൽ ഒരുപാട് തേങ്ങയൊക്കെ അരച്ച് അങ്ങനെ രീതിയിലുള്ള കറികളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പകരം നിങ്ങൾ ഇപ്പോൾ കറികളൊക്കെ ഏത് കറിയും നമുക്ക് കൂട്ടാൻ കുഴപ്പമൊന്നുമില്ല. ഈ ഫ്രൈ ചെയ്തതും ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മളെ വെജിറ്റബിൾസ് ഉപയോഗിച്ചുള്ള തോരനോ അല്ലെങ്കിൽ ഫിഷോ ചിക്കനോ കറികളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേവി അടക്കം കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം. അതും ഒരു പരിധിയിൽ കൂടുതലാവാത്ത രീതിയിൽ കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ക്രാവിങ്സിൻ്റെ പുറത്താണ് ഈ ഫുഡിൻ്റെ രീതികളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും നമുക്ക് വിശപ്പ് മാറാത്തത് കൊണ്ടല്ല നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കുന്നതും ഈ കറി വീണ്ടും വീണ്ടും ആയി കഴിക്കുന്നതൊന്നും. വിശപ്പ് ഓൾറെഡി മാറിയിട്ടുണ്ടാവും, നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എപ്പോഴും മനസ്സിൽ വേണം. മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലായിരിക്കണം മുന്നോട്ട് വന്നത്. നിങ്ങളുടെ മെയിൻ്റനൻസ് കലോറിയിൽ നിന്ന് അധികമാവാത്ത രീതിയിലുള്ള ഒരു ഇതിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ. അതിന് താഴെ വരുന്നതാണ് ഈ എക്സ്ട്രാ വരുന്ന കാർബ്, ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളുടെ ഒരു കാറ്റഗറി അതിന് താഴെയാണ് വരുന്നത്. കാലറി മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ തന്നെ നമ്മൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് അർത്ഥം. നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ രീതിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഏത് രീതിയിലുള്ള വർക്കൗട്ടിലൂടെയും കടന്നു പോകണം. അതായത് ഒരു കാർഡിയോയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, കൂടുതൽ നമ്മൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു കാർഡിയോ വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു വാക്കിംഗ്, ജോഗിങ് ഇതിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ ആൾ നല്ല വെയിറ്റുള്ള ഒരുപാട് ഫാറ്റ് പെർസെൻറ്റേജ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ കാർഡിയോ, ഒരു വാക്കിങ്ങോ ഒരു ജോഗിങ്ങോ ഒന്നും മതിയാവില്ല. കാരണം നമ്മൾ കഴിക്കുന്ന കലോറിയും നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കലോറിയും തമ്മിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കുറവൊന്നും അവിടെ വരാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക, സ്ട്രെങ്തനിങ് വർക്കൗട്ട് ചെയ്യുക, കാർഡിയോ സെഷൻസ് ചെയ്യുക, ഇതെല്ലാം മാറി മാറി ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യേ, നല്ലൊരു ട്രെയിനറുടെ കീഴിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, അങ്ങനെ ചെയ്യുക. അടുത്ത ഒരു മെത്തേഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു മാറ്റവും വരും. പക്ഷേ നമ്മളത് ആ ഒരു രീതിയിലൂടെ കടന്നു പോകാൻ തയ്യാറാവണം. യോഗയിലേക്ക് വരിക എന്നുള്ളതാണ്. റെഗുലറായിട്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ ഫിറ്റ്നസിൻ്റെ രീതിയിലൊരു ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ മൈൻഡും ബോഡിയും റീഫ്രഷ് ആവുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴുണ്ട്. പക്ഷേ നമ്മൾ ക്ഷമയോടെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ട് നല്ലൊരു രീതിയിൽ കുറച്ച് നാളുകൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഗുണങ്ങളും റിസൾട്ട് ഉള്ളൊരു കാര്യമാണ് യോഗയുടെ ഭാഗത്തെന്ന് പറയുമ്പോഴും. അപ്പോൾ ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് താഴെ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. പുതിയ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ എല്ലാവരും കഴിക്കുന്ന പോലെ തന്നെ രാവിലെ ഒരു സ്വാഭാവികമായിട്ടുള്ള ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ പുട്ടോ ഒക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ പുഴുങ്ങിയ പഴം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത ബ്രെഡ്, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ആണെങ്കിലും വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് സാലഡോ അതിൻ്റെ കൂടെ എഗ് വൈറ്റൊക്കെ ആക്കിയിട്ടും കഴിക്കാറുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ അപ്പമാണെങ്കിൽ ദോശയാണെങ്കിലും ഒക്കെ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് കഴിക്കാതെ, ഇപ്പോൾ അതിൻ്റെ കൂടെ ചട്നിയും ചായയൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരളവുണ്ട്. നമ്മളിപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ 2 എണ്ണത്തിലൊക്കെ ഒതുക്കുന്ന രീതിയിൽ
കറക്റ്റ് കഴിച്ചു പോവുക. അല്ലെങ്കിൽ ഒരു ദോശ കഴിക്കുക, ഇതിൻ്റെ കൂടെ നല്ല പയറ് കറികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിലുള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അത് അനുസരിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് നമ്മളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിന് ലൈഫ് കുറവാണ്, ശരിക്കും മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. കുറച്ച് ദിവസം മാത്രമേ ഈ പറഞ്ഞ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അത് കഴിയുമ്പം ഇതൊക്കെ ഒന്നൊന്നായിട്ട് ഇല്ലാതാവും, വീണ്ടും പഴയ രീതിയിലേക്ക് വരും. അങ്ങനെ വരരുത്. എപ്പോഴും ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ ചോറ് തന്നെയാണ് കഴിക്കാറ്. ചോറും അതിൻ്റെ കൂടെ കുറച്ച് ചോറെടുക്കും, ഇഷ്ടമുള്ള എല്ലാ കറികളും കഴിക്കും. പിന്നെ എൻ്റെ ഫുഡ് എന്ന് പറയുമ്പോൾ വൈകുന്നേരം ഒരു 7 മണിക്ക് മുൻപായിട്ട് വൈകുന്നേരത്തെ ഫുഡ് കഴിക്കും. അതും ലൈറ്റായിട്ടുള്ള ഫുഡ് തന്നെയായിരിക്കും. ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, ചിലപ്പോൾ വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും സാലഡൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞു പോയ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഫുഡുകൾ ആഡ് ചെയ്തുകൊണ്ടുള്ള കറികളൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതിപ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ചിക്കൻ, ഫിഷ്, എഗ്ഗ്, ഇനി വെജിറ്റബിൾസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പനീർ, സോയാബീൻ, പയറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് എല്ലാം ചെയ്തു പോകുന്നുണ്ട്, ഫാറ്റ് ലോസ് ആണ് ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഭക്ഷണം കുറയ്ക്കുക, കലറി കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നല്ല വൈറ്റമിൻസും ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ചില സൈഡ് എഫക്ട്സ് ഒക്കെ കാണാറുണ്ട്. ചില ആളുകൾക്ക് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാലും തലവേദന വരാറുണ്ട്, മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ സ്കിന്നിൽ ഓരോരോ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. ഡയറ്റ് പിടിച്ചൊരു ബുദ്ധിമുട്ടിയ ഒരു തെറ്റായ രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. എൻ്റെ ഒരു ദിവസത്തെ രീതി കടന്നു പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ മെയിനായിട്ട് ഈ മെയിൻ മീലുകൾക്ക് ഇടയിലുള്ള സമയം വേറെ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് ആ അന്നത്തെ ഒരു ദിവസത്തെ ഫുഡിൻ്റെ രീതി നശിപ്പിക്കരുത്. അവിടെയാണ് നമുക്കൊരു ഫാൾട്ട് പറ്റുന്നതെന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് യോഗയിലേക്കോ അല്ലെങ്കിൽ വർക്കൗട്ടിലേക്കോ ഒക്കെ കിടക്കുന്ന ഒരു രീതി അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിലൊരു റിസൾട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഈ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ഈ ഡയറ്റ് എന്ന് പറയുന്നത്, വർക്കൗട്ട് എന്ന് പറയുന്നതൊക്കെ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്, കുറച്ച് കാലത്തേക്ക് വേണ്ട ഒരു കാര്യമല്ല. എൻ്റെ ഒരു ദിവസത്തെ പാറ്റേണും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു പോയതെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ഫൈനലായിട്ടുള്ളൊരു പോയിൻ്റ് പറയാം. നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോകണമെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ക്രാവിങ്സ് കൺട്രോൾ ചെയ്യണം, ഇത് നിലനിർത്തിക്കൊണ്ട് പോകണം അല്ലേ. ഫുഡ് ഇടയ്ക്കിടയ്ക്കുള്ള ഫുഡുകൾ ഒഴിവാക്കണം. നമ്മളൊക്കെ പല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പെട്ടെന്ന് ഒരു ദിവസമൊന്നും ഇത് പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. കുറച്ച് നാൾ കൊണ്ടും പിടിച്ചു കെട്ടൽ പ്രയാസമായിരിക്കും. ചിലപ്പോൾ രാത്രിയൊക്കെ ഒരുപാട് വൈകി ഉറങ്ങുന്ന ആളുകളൊക്കെ ആയിരിക്കും. ആ ഒരു പ്രശ്നം ഭയങ്കര തന്നെയാണ്. ഇതിനൊക്കെ നമുക്ക് വേണ്ടത് നമ്മൾക്ക് കൂളായി നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു മാനസികാവസ്ഥ വേണം അല്ലേ. ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഫുഡ് കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ ഉള്ള ഒരു പവർ ഉണ്ടല്ലോ, കൺട്രോൾ ചെയ്യാനുള്ള. അതൊക്കെ നമുക്ക് വേണ്ട ഇവിടുന്ന് മനസ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് ആദ്യം ഒന്ന് കൂളാവണം. നമ്മൾ ഈ തോന്നിയതുപോലെ ഫുഡ് കഴിച്ചിട്ടും രാത്രി ഉറങ്ങാതിരുന്നിട്ടും അനാവശ്യമായി ഫോണിൽ കളിച്ചിട്ടും ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെ കൂളാവും? അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിലൊരു കൺട്രോൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനസികമായിട്ടൊരു റിലാക്സേഷൻ കിട്ടണമെങ്കിൽ ദിവസവും നിങ്ങൾ യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക ഫസ്റ്റ്. ഞാൻ അതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞത്. ഫസ്റ്റ് മൈൻഡിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ അല്ലെങ്കിൽ തല്ലി പഠിപ്പിക്കാൻ ഒരാൾ വേണമല്ലേ ദിവസവും കൂടെ, അങ്ങനെ ആരും നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ മനസ്സ് കൂളായി വരുമ്പം എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ത്വര നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾ ഒരുപാട് പേര് മെയിലിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് ഫാറ്റിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചും മാനസികാവസ്ഥയെക്കുറിച്ചും ഉറക്കമില്ലായ്മയെക്കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണിത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ദിവസം കാണാം.